ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സോഷ്യോളജിയുടെ ചാപ്റ്റർ 5 റിസർച്ച് മെത്തേഡ് അതിൻ്റെ 4ാം ഭാഗമാണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി സോഷ്യോളജിയിൽ ഫീൽഡ് വർക്കിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ഇൻ സോഷ്യോളജി. More or less the same techniques are used by sociologists when they do field work. ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ സോഷ്യോളജിസ്റ്റും നരവംശാസ്ത്രജ്ഞന്മാരും ഏകദേശം ഒരേ രീതികളാണ് ഉപയോഗിക്കുന്നത്. ബട്ട് ദേ ആർ ഡിഫറെൻറ്റ് ഇൻ ഇറ്റ്സ് കോണ്ടെക്സ്റ്റ്. എന്നാൽ അവരവരുടെ പശ്ചാത്തലങ്ങളിൽ വ്യത്യസ്തമാണ്. അവർ ചൂസ് ചെയ്യുന്ന പശ്ചാത്തലങ്ങൾ, അതുപോലെ വെയർ ഇറ്റ് ഈസ് ഡൺ, എവിടെയാണ് ഫീൽഡ് വർക്ക് നടത്തേണ്ടത്, ആൻഡ് ദ ടോപ്പിക് ഓഫ് ദ റിസർച്ച്, അതുപോലെ ഗവേഷണ വിഷയങ്ങൾ, ഇതിൽ മാത്രമാണ് ഒരു വ്യത്യാസം. നരവംശാസ്ത്രജ്ഞന്മാരും സോഷ്യോളജിസ്റ്റും നടത്തുന്ന ഫീൽഡ് വർക്കിൻ്റെ വ്യത്യാസം. ദ ആന്ത്രപ്പോളജിസ്റ്റ് ഹു ടിപ്പിക്കലി വെൻ ടു എ റിമോട്ട് ട്രൈബൽ കമ്മ്യൂണിറ്റി. നരവംശാസ്ത്രജ്ഞന്മാർ ഫീൽഡ് വർക്ക് നടത്താനായിട്ട് പോകുന്നത് വളരെ ഒറ്റപ്പെട്ട ഗോത്ര സമുദായങ്ങളിലാണ്. ഇനി സോഷ്യോളജിസ്റ്റ് ആണെങ്കിലോ എല്ലാ തരങ്ങളിലുള്ള സമുദായങ്ങളിലും ഫീൽഡ് വർക്ക് നടത്തുന്നുണ്ട്. അത് നാഗരിക സമുദായമായിക്കോട്ടെ, അതുപോലെ ഗ്രാമീണ സമുദായം, അതുപോലെ ഗോത്ര സമുദായം, എല്ലായിടത്തും ഒരേപോലെ സോഷ്യോളജിസ്റ്റ് ഫീൽഡ് വർക്ക് നടത്തുന്നുണ്ട്. സോഷ്യോളജിക്കൽ ഫീൽഡ് വർക്ക് ഡിഡ് നോട്ട് നെസസറിലി ഇൻവോൾവ് ലിവിങ് ഇൻ. ഒരു പ്രത്യേകതയുള്ളത് സോഷ്യോളജിസ്റ്റിൻ്റെ ഫീൽഡ് വർക്ക് അവിടെ താമസിച്ച് ഫീൽഡ് വർക്ക് നടത്തണമെന്ന് നിർബന്ധമില്ല. ഓൾദോ ഇറ്റ് ഡിഡ് ഇൻവോൾവ് സ്പെൻഡിങ് മോസ്റ്റ് ഓഫ് വൺസ് ടൈം വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. കുറേ സമയം അവരെ കൂടി അങ്ങോട്ട് ചെലവഴിക്കുകയാണ് സാധാരണ ഫീൽഡ് വർക്കിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ചെയ്യാറുള്ളത്. അവർക്ക് അവിടെ കാലങ്ങളോളം താമസിക്കണമെന്നൊന്നും നിർബന്ധമില്ല, എങ്കിലും അങ്ങനെ താമസിക്കുന്നതും ഉണ്ട്. ഫീൽഡ് വർക്ക് ഇൻ സോഷ്യോളജി ഈസ് ഡൺ ഇൻ വില്ലേജസ്. അതിൽ പ്രധാന കാരണം സാമൂഹ്യ ശാസ്ത്രത്തിലെ ഫീൽഡ് വർക്ക് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഗ്രാമങ്ങളെ എടുത്തിട്ടുള്ളതാണ്. ഗ്രാമങ്ങളിലാണ് ഫീൽഡ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അവിടെ ചെന്ന് കാലത്ത് തുടങ്ങി രാത്രി വരെ, ഒരു സന്ധ്യ വരെയൊക്കെ അവിടെ, അല്ലെങ്കിൽ രാത്രി ആയാലും കുഴപ്പമില്ല, അവിടെ കുറേ നേരം ചിലവഴിച്ചിട്ട് തിരിച്ചു വരുവാനൊക്കെ സാധിക്കും. ഇനി താമസിച്ച് ചെയ്തിട്ടുള്ളതൊക്കെ ആണെങ്കിലും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. എക്സാമ്പിൾ ഒന്ന് കൊടുത്തിരിക്കുന്നത്, വില്യം ഫുഡ് വൈറ്റ് ഡിഡ് ഫീൽഡ് വർക്ക് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് എ സ്ട്രീറ്റ് ഗ്യാങ് ആൻഡ് റോട്ട് എ ബുക്ക് സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി. ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നത്, വില്യം ഫുഡ് വൈറ്റ് എന്ന അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ഒരു വൻ നഗരത്തിലുള്ള ഇറ്റാലിയൻ അമേരിക്കൻ ചേരിയിലെ തെരുവ് കുറ്റവാളികളുടെ സംഘത്തിനിടയിൽ ഫീൽഡ് വർക്ക് ചെയ്താണ് സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത്. ഒരു നഗര സമുദായത്തിലാണ് അദ്ദേഹം ഫീൽഡ് വർക്ക് നടത്തിയത്. അവരോടൊപ്പം കുറേ നാളുകൾ, 3.5 വർഷം താമസിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അവിടെ താമസിച്ചുള്ള ഫീൽഡ് വർക്കും സോഷ്യോളജിസ്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ്. ഹി ലിവ്ഡ് ഇൻ ദ ഏരിയ ഫോർ 3.5 years ഹാങ്ങിങ് ഔട്ട്, ജസ്റ്റ് സ്പെൻഡിങ് ടൈം ടുഗദർ വിത്ത് മെമ്പേഴ്സ് ഓഫ് ദ ഗ്യാങ് ഗ്രൂപ്പ്. ആ ഗ്യാങ് ഗ്രൂപ്പിൻ്റെ കൂടെ, ചേരി അംഗങ്ങളുടെ കൂടെ 3.5 വർഷം താമസിച്ച് അവരുടെ ജീവിതവും അവരുടെ എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കി വിവരങ്ങൾ ശേഖരിക്കാൻ സാധിച്ചു. മറ്റൊരു ഉദാഹരണം, മൈക്കിൾ ബൊറോവ് വർക്ക്ഡ് ഫോർ സെവറൽ മന്ത്സ് ആസ് എ മെക്കാനിക് ഇൻ ചിക്കാഗോ ഫാക്ടറി ടു എക്സ്പീരിയൻസ് ദ കണ്ടീഷൻ ഓഫ് വർക്കേഴ്സ്. തൊഴിലാളികളുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനായ മൈക്കിൾ ബൊറോവോ ചിക്കാഗോയിൽ ഒരു ഫാക്ടറിയിൽ ഒരു മെക്കാനിക്കായിട്ട് നിരവധി മാസങ്ങൾ പണിയെടുത്തു. ഒരു തൊഴിലാളിയായി ജീവിച്ചു എന്ന് തന്നെ പറയാം. ആ തൊഴിലാളികളുടെ വീക്ഷണകോണിലൂടെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ അനുഭവങ്ങളെക്കുറിച്ചോ ഒക്കെ അദ്ദേഹം എഴുതി. ഇനി ഇന്ത്യൻ സോഷ്യോളജിയിൽ ഫീൽഡ് വർക്ക് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാമപഠനത്തിനാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്രാമങ്ങളെ പഠിക്കുവാനാണ്. കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരുമായിട്ട് ഇടപഴകുകയും താമസിക്കണമെങ്കിൽ അവർ കുറച്ച് നാൾ ഗ്രാമങ്ങളിൽ പോയി താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് സോഷ്യോളജിസ്റ്റിൽ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് ഗ്രാമപഠനങ്ങളാണ്. ഇനി ഗവൺമെൻറ് ബസ് കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് കൂടുതൽ പ്രാധാന്യം കൊടുത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ഡാറ്റകൾ, അല്ലെങ്കിൽ ആ ഗ്രാമങ്ങളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതൊക്കെ ഒരു വളരെ അനിവാര്യമായ ഒന്നായിരുന്നു. ദ ഗവൺമെൻറ് വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡെവലപ്പിംഗ് റൂറൽ ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിലെ ഗവൺമെൻറ്റിന്
ഗ്രാമീണ വികസനത്തിൽ താല്പര്യമുണ്ടായിരുന്നു. അതുപോലെ ദേശീയ പ്രസ്ഥാനമൊക്കെ കൂടുതൽ താല്പര്യം കാണിച്ചത് എസ്പെഷ്യലി മഹാത്മാഗാന്ധി ഹാഡ് ബീൻ ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ വാട്ട് വർക്ക് കോൾഡ് വില്ലേജ് അപ്ലിഫ്റ്റ് പ്രോഗ്രാംസ്. അതായത് ദേശീയ പ്രസ്ഥാനവും ഗാന്ധിജിയും ഒക്കെ ഗ്രാമ ഉദ്ധാരണ പരിപാടികളിൽ സജീവമായി മുഴുകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമപഠനങ്ങളിൽ സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചു. ആൻഡ് ഈവൻ ഏർബൻ ഇന്ത്യൻസ്, നാഗരിക വിദ്യാഭ്യാസ സമ്പന്നരായ ഇന്ത്യക്കാർ പോലും വെരി ഇൻട്രസ്റ്റഡ് ഇൻ വില്ലേജ് ലൈഫ്. അവർക്ക് പോലും ഗ്രാമീണ ജീവിതത്തിൽ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദം റീറ്റെയിൻ സം ഫാമിലി ആൻഡ് റീസൺ ഹിസ്റ്റോറിക്കൽ ലിങ്ക് ടു വില്ലേജസ്. പല നഗരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്കും അവരുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം, തറവാട് വീട് ഒക്കെ ഗ്രാമങ്ങളിലാണ്. അതുകൊണ്ട് ചരിത്രപരമായ കുറേ കണക്ഷൻസ് അവർക്കുണ്ടായതുകൊണ്ട് ഗ്രാമങ്ങളെക്കുറിച്ച് പഠിക്കാൻ അവരും വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. എബവ് ഓൾ വില്ലേജസ് were the place most Indians lived. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ മെജോറിറ്റി താമസിക്കുന്നത് ഗ്രാമങ്ങളാണ്. അതുകൊണ്ട് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഗ്രാമീണ സൊസൈറ്റിയാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. ഫോർ ദിസ് റീസൺ വില്ലേജ് സ്റ്റഡീസ് ബിക്കം എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യൻ സോഷ്യോളജി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സാമൂഹ്യശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറി വില്ലേജ് സ്റ്റഡീസ്. ആൻഡ് ഫീൽഡ് വർക്ക് മെത്തേഡ് വെരി വെൽ സ്യൂട്ടഡ് ഫോർ സ്റ്റഡിങ് വില്ലേജ് സൊസൈറ്റി. ഗ്രാമീണ സമൂഹങ്ങൾ എന്ന് പറയുമ്പോൾ നിഷ്കളങ്ക ജനങ്ങളാണ്. അവരോടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനൊന്നും ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും വളരെ ഷൈ നേച്ചറായ ആൾക്കാരാണ്. പല കാര്യങ്ങളും അവർ പറയാൻ താല്പര്യപ്പെടുക പോലുമില്ല. മീഡിയയുടെ മുന്നിലോ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുന്നിലൊന്നും അവർ പ്രത്യക്ഷപ്പെടാൻ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും ഉചിതമായത് ഫീൽഡ് വർക്കാണ്. ഇനി ഫീൽഡ് വർക്ക് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് നരവംശാസ്ത്രജ്ഞന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഫീൽഡ് വർക്കിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, പോരായ്മകൾ എന്തൊക്കെയാണ്, ഇതാണ് അടുത്ത ടോപ്പിക്. അപ്പോൾ ആദ്യം നമുക്ക് നേട്ടങ്ങൾ എന്താണെന്ന് പറയാം. മെറിറ്റ്സ് ഓഫ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ഓഫ് ഫീൽഡ് വർക്ക്. നേട്ടങ്ങളെന്ന് പറയുമ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് എ വെരി റിച്ച് ആൻഡ് ഡീറ്റെയിൽ പിക്ചർ ഓഫ് ലൈഫ്. അതായത് ഒരു സമൂഹത്തിനെ കുറിച്ച് വളരെ കൃത്യമായ അല്ലെങ്കിൽ വളരെ വിശദമായ ഒരു ചിത്രം ലഭിക്കും. കാരണം അതിൽ താമസിച്ചുകൊണ്ട് അതിലൊരു അംഗമായിട്ടാണ്. അതുകൊണ്ട് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ഇൻസൈഡർ, അവിടെ താമസിച്ചുകൊണ്ടാണ്, ഔട്ട്സൈഡറായിട്ടല്ല, പുറത്തൊന്നും നോക്കിക്കാണുന്ന ഒരാളായിട്ടല്ല അതിനെ വിവരിക്കുന്നത്. ഇവിടെ സോഷ്യോളജിസ്റ്റ് ആയിക്കോട്ടെ, നരവംശാസ്ത്രജ്ഞനായിക്കോട്ടെ, ഫീൽഡ് വർക്ക് നടത്തി പറയുമ്പോൾ അതിലൊരാളായി ജീവിച്ച അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായ ഡാറ്റ ആയിരിക്കും, യഥാർത്ഥ ചിത്രമായിരിക്കും ആ സമൂഹത്തെക്കുറിച്ചോ ആ പ്രദേശത്തെക്കുറിച്ചോ ലഭിക്കുന്നത്. ഫീൽഡ് വർക്ക് അലൗ ഫോർ ദ കറക്ഷൻ ഓഫ് ഇനീഷ്യൽ ഇംപ്രഷൻ വിച്ച് മേ ഓഫൺ മിസ്റ്റേക്കൺ ഓർ ബയസ്ഡ്. പലപ്പോഴും നമുക്ക് ചില സമുദായങ്ങളെക്കുറിച്ച് പുറത്തുനിന്ന് നോക്കുമ്പോൾ, ഒരു ഔട്ട്സൈഡറായിട്ട് കാണുമ്പോൾ നമുക്ക് പല തെറ്റിദ്ധാരണകളും അവരെപ്പറ്റി, അല്ലെങ്കിൽ പക്ഷാഭേദ ചിന്തകൾ, ബയസ്ഡുകൾ അല്ലെങ്കിൽ മുൻധാരണകളൊക്കെ ഉണ്ടാവും. ഫീൽഡ് വർക്കിലൂടെ നാം അവരുമായി ഇഴുകിച്ചേർന്ന് അവരിലൊരാളായി നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ആ സമൂഹത്തോടുള്ള തെറ്റിദ്ധാരണകൾക്കൊക്കെ മാറ്റം ഉണ്ടാകുന്നു, യഥാർത്ഥമായ വിവരം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇനി ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് ഡയറക്റ്റ്, നേരിട്ട് നടത്തുന്നതാണ്. അതിന് യാതൊരു മറവും ഇല്ല. അതുകൊണ്ട് നാച്ചുറൽ സെറ്റിങ്സിൽ അവിടെ നടക്കുന്നത് എന്താണോ ഒരു മറയും ഇല്ലാതെ കാണാൻ സാധിക്കും. ദ റിസർച്ചർ ക്യാൻ അക്വയർ ദ ഡാറ്റ ഇൻ നാച്ചുറലിസ്റ്റ് വേ. വസ്തുതകൾ യഥാർത്ഥ സാഹചര്യങ്ങളിൽ ഒട്ടും തന്നെ ആർട്ടിഫിഷ്യൽ അല്ലാതെ, ഇപ്പോൾ നമുക്കൊരു ഇൻ്റർവ്യൂ നടത്താൻ ഒരാൾ വന്നു എന്ന് പറയുമ്പോൾ പല ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ അത് പല ഒരുക്കങ്ങൾ നടത്തി ഇന്നത് പറയണമെന്ന് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചൊക്കെ പറയും. ഇതൊന്നുമല്ല. തങ്ങളെ നിരീക്ഷിക്കുകയാണ്, നിരീക്ഷിക്കാൻ വന്നിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം പോലും അവരറിയാതെ ആ വ്യക്തിയുടെ മുന്നിൽ അവരുടെ യഥാർത്ഥ ജീവിതമാണ് അവർ ജീവിക്കുന്നത്. അത് കണ്ടു മനസ്സിലാക്കിയാണ് റിസർച്ചർ ആ ഒരു യഥാർത്ഥ സാഹചര്യങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നതെന്നല്ല, ഡാറ്റകൾ കളക്ട് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ് ദ റിസർച്ചർ ടു അവോയ്ഡ് എറർ. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സാഹചര്യങ്ങളിലൂടെ നോക്കിക്കാണുമ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ, അത് മുൻധാരണകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഹൈപ്പോത്തസിസ് രൂപീകരിച്ചത് തെറ്റാണെങ്കിൽ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതൊക്കെ മെറിറ്റ്സ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഡീമെറിറ്റ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, മൾട്ടിപ്പിൾ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഒരു കാരണം തന്നെ
ഓരോന്നിനും അതിൻ്റേതായ മെറിറ്റ്സ്, ഓരോ രീതിക്കും അതിൻ്റേതായ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. അതുപോലെ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷന് നിരവധി ഡീമെറിറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് കോട്ടങ്ങളെന്ന് നോക്കാം. ഇറ്റ് ജനറേറ്റ്സ് എ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ. ഒരു വ്യക്തി ഒരു കാര്യം, ഒരു ടോപ്പിക്, ഒരു വിഷയത്തെ കുറിച്ച് ശേഖരിക്കാനായിട്ട് ഒരു പ്രദേശത്ത് മാസങ്ങളോളം താമസിക്കുമ്പോൾ ശേഖരിച്ചു വെക്കുന്ന ഡാറ്റകൾ കുറേ ഉണ്ടാകും. അതിൽ നിന്ന് കട്ട് ഷോട്ട് ചെയ്തിട്ട് ഏതൊക്കെയാണ് യഥാർത്ഥമായിട്ട് ഞാനിത് എടുക്കേണ്ടത് എന്ന് അതൊരു വലിയൊരു കൺഫ്യൂഷൻ തന്നെയാണ്. കുറേ ഡാറ്റകൾ കട്ട് ഷോട്ട് ചെയ്തിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഇറ്റ് ജനറേറ്റ് എ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ എന്നുള്ളത് ഇതൊരു മൈനസ് പോയിൻ്റ് തന്നെയാണ്. മൊത്തം കൺഫ്യൂഷൻ അടിക്കും. അത് ഇതിൽ നിന്ന് ഏതൊക്കെ ഡാറ്റയാണ് ഞാനിത് എഴുതേണ്ടത്, ഏതൊക്കെ ഡാറ്റ ഞാൻ മാറ്റണം എന്നുള്ളതൊക്കെ റിസർച്ചറിന് അത് വളരെ ബുദ്ധിമുട്ടായ ഒന്നായിരിക്കും. ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ആക്ടിവിറ്റീസ് ദ റിസർച്ചർ ക്യാൻ ഇൻഫ്ലുവൻസ് ദ അതർ പാർട്ടിസിപ്പൻസ് ബിഹേവിയർ. പലപ്പോഴും റിസർച്ചർ അവിടെ വന്ന് താമസിച്ചവരിൽ ഒരാളായി പോകുമ്പോൾ അവരോട് ഇടപഴകുമ്പോൾ പലപ്പോഴും വന്ന ലക്ഷ്യം തന്നെ മറന്നുപോയേക്കാം. അതുപോലെ തന്നെ അദ്ദേഹം എന്താണ് ശേഖരിക്കേണ്ടത് അത് മറന്നുപോയിട്ട് ആ പ്രതികർത്താവിനോട് കൂടുതൽ ഇടപഴകുന്നത് കൊണ്ട് അവരോട് അടുപ്പുണ്ടാകുന്നു. അതുകൊണ്ട് അത് ശരിക്കും ബയസ്ഡായി മാറാം, വസ്തുനിഷ്ഠയെ ബാധിക്കാം. ഡാറ്റകൾ പലപ്പോഴും യഥാർത്ഥ ഡാറ്റ ചിലപ്പോൾ കൊടുക്കാൻ മടിക്കുക വരെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ ഗ്രൂപ്പ് ക്യാൻ കോസ് ദ റിസർച്ചർ ടു ലൂസ് ദ ഒബ്ജക്റ്റിവിറ്റി ആൻഡ് മേ ലീഡ് ടു ബയസ്. അതുകൊണ്ട് തന്നെ രേഖപ്പെടുത്തുന്നതിൽ അല്പം ആത്മനിഷ്ഠത, കാരണം അവരോടൊരു ചായ്വ് വരും. അപ്പോൾ ഒരു ഇമോഷൻസും ചായ്വൊന്നും വരാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഒബ്ജക്റ്റിവിറ്റി നഷ്ടപ്പെടും പലപ്പോഴും. അവരോട് അത്ര അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ആ സൊസൈറ്റിയിലുണ്ടെങ്കിൽ അവരത് പുറലോകം അറിഞ്ഞാൽ അവർ പാവങ്ങൾ കഷ്ടപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ട് അത് മറച്ചു വെച്ചിട്ട് ആ ഒരു വസ്തുതയൊക്കെ മറച്ചു വെച്ചിട്ട് ഡാറ്റകൾ രേഖപ്പെടുത്തുന്ന രീതിയും കാണുന്നുണ്ട്. അപ്പോൾ ഫീൽഡ് വർക്ക് ക്യാൻ കവർ ഓൺലി എ സ്മോൾ പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി എന്നുള്ളത് മറ്റൊരു ഡ്രോബാക്കാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ ഒരു സമുദായത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സമുദായത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് വന്ന് താമസിക്കുന്നത് റിസർച്ചർ. അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഒന്ന് ജസ്റ്റ് സഞ്ചരിച്ചിട്ടൊക്കെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ താമസിക്കുന്ന പ്രദേശത്തെ മാത്രമേ, അവിടെയുള്ള ആളുകളുടെ ജീവിതം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഫീൽഡ് വർക്ക് ക്യാൻ കവർ ഓൺലി എ സ്മോൾ പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റി എന്നുള്ളത് ഒരു മൈനസാണ്. മറ്റു ഭാഗങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് പോലും കാണുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു എ ലാർജർ വില്ലേജസ്. ഇപ്പോൾ നമുക്കറിയാം വലിയൊരു ഗ്രാമമാണെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ചെറിയൊരു പ്രദേശത്ത് മാത്രമേ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മറ്റു പ്രദേശങ്ങളിൽ എന്ത് നടക്കണമെന്ന് അവിടെയുള്ള ജീവിത രീതികളൊക്കെ വ്യത്യസ്തമായിരിക്കാം. ജസ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് കൾച്ചറായിരിക്കാം ചിലപ്പോൾ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക്. അപ്പോൾ ഇതൊക്കെ പങ്കാളിത്ത നിരീക്ഷണം അങ്ങനെയുള്ള വലിയ ഗ്രാമങ്ങളിലൊന്നും സാധിക്കില്ല. ഒരു ചെറിയ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥലങ്ങളിൽ മാത്രമേ സാധിക്കൂ. ഇനി പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം ചിലവ് ഉണ്ട്, ഒരുപാട് ടൈം എടുക്കും. ഒരു വ്യക്തിക്ക് പോയി 2-3 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ പോയി റിസർച്ച് നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാനോ ഡാറ്റ ശേഖരിക്കാനോ പറ്റില്ല. വർഷങ്ങളെടുക്കും ചിലപ്പോൾ കാര്യങ്ങൾ അറിയാൻ. നാച്ചുറൽ സെറ്റിങ്സിൽ കാണണമെങ്കിൽ ഉത്സവ സീസൺ അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങളും നേരിട്ട് കാണണമെങ്കിൽ വർഷങ്ങളോളം താമസിക്കേണ്ടി വരും. അതുപോലെ അതിനായിട്ട് അവിടെ താമസ ചെലവ്, ഒരുപാട് ചിലവ്, പണം ചിലവുണ്ട്. അതുമാത്രമല്ല ഗവേഷകന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഓരോ പ്രദേശങ്ങളിൽ പോകാനും അവിടെ പോയി താമസിക്കാനും ആ ക്ലൈമറ്റുമായിട്ട് ഇണങ്ങുവാനും ആ ഒരു റിമോട്ട് ഏരിയ ആണെങ്കിൽ അവിടുത്തെ സൗകര്യങ്ങളിൽ പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിക്കുവാനൊക്കെ ഇതൊക്കെ വളരെയധികം പങ്കാളിത്ത നിരീക്ഷണത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് എന്ന് പറയാം. ഇനി അടുത്തത് ഇതാണ് പങ്കാളിത്ത നിരീക്ഷണത്തിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇനി നെക്സ്റ്റ് റിസർച്ച് മെത്തഡ് സർവേ ആണ്, അത് അടുത്ത വീഡിയോയിലിടാം. താങ്ക് യു.